കഷ്ടങ്ങളെത്രയേറിലും കലങ്ങിടാതെ നിത്യവും ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിന്നോളവും കണ്ണിൻ മണിക്കു തുല്യമായി എണ്ണുന്നതിനു തക്കതായി സ്തുതിച്ചിടാം. എന്നന്തരംഗമേ അവൻ്റെ നന്മകൾ മറപ്പതോ, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. രോഗത്തിനേറ്റ വൈദ്യനാമവൻ നിനക്കനാരതം, വയ്ക്കുന്ന നന്മകൾക്കൊരന്തമില്ല തൻ ദയാപരം. കാക്കുന്നുവൻ കൃപാകരം, ചേർക്കില്ല തെല്ലൊരാമയം സ്തുതിച്ചിടാം. എന്നന്തരംഗമേ അവൻ്റെ നന്മകൾ മറപ്പതോ, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അല്പസമയം ഉറങ്ങി ഉണർന്നൊരു കർത്താവിൻ്റെ പാദവിടെ ഇരിപ്പാൻ തക്കണം തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം എൻ്റെ കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി ജീവിക്കുന്ന പകൽക്കാലമാക്കി തീർക്കുവാൻ സഹായിക്കണമേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളും ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഓരോ മക്കളെയും അവരുടെ പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപിടത്തിലോട്ട് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു തരികയപ്പാ. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന കർത്താവ്, ഞങ്ങളെവിടെയായിരുന്നാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി തരുന്നൊരു ദൈവം, ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നൊരു നല്ല പിതാവ് ഞങ്ങൾക്കുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ രാവിലെ സമയം ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവ് ഞങ്ങളുടെ ഉപജീവനമാർഗം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും തന്ന് ഞങ്ങളെ സഹായിച്ച് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെയും ഞങ്ങളെ അത്ഭുത അതിശയമായി അവിടുന്ന് നടത്തിയതാണ്. വീണ്ടും എൻ്റെ അപ്പൻ ഞങ്ങളെ കരുതുവാൻ സർവ്വശക്തനാകിയാൽ ആ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ, സൗഖ്യത്തോടും സമാധാനത്തോടും സൂക്ഷിക്കണമേ. ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാർന്ന ആലോചനയും ബുദ്ധിയും അപ്പച്ചം കൊടുക്കണമേ. കർത്താവ്, നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകണം. കർത്താവെ, ഡിഗ്രിക്കായിരിക്കുന്ന മക്കൾ, വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, കർത്താവ് OET IELTS ജർമ്മനും പഠിക്കുന്നവർ, പ്രൊമറ്റ് പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന മക്കൾ, ദൈവമായ കർത്താവ്, പ്രത്യേകിച്ച് ജൂലൈ 26 പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ മക്കളെയൊക്കെ സമർപ്പിക്കുകയാണ്. കർത്താവെ, ദൈവമായ കർത്താവ്, എല്ലാ മക്കൾക്കും ഓർമ്മശക്തിയും ബുദ്ധിയും അപ്പച്ചം കൊടുക്കണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം, വലിയ മാർക്കോടെ അവർ പാസ്സാകണം. ഈ ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രം കരയറ്റുവാൻ എല്ലാ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഹല്ലേലൂയ കർത്താവെ, അമൽ മോനെയും അവൻ്റെ കൂട്ടുകാരെയും സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, നിതിൻ മോനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹന്നാമളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആദർശയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, നല്ല ബുദ്ധി ആലോചനയും കൊടുക്കണം, നന്നായി പരീക്ഷ എഴുതണം, സ്വർഗവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ പഠിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുകയാണ്. എൻ്റെ ദൈവമായ കർത്താവെ, അവിടുത്തെ ബുദ്ധി ഞാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എടുത്ത് ഉപയോഗിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളുണ്ട്. അവരുടെ വഴികളെയൊക്കെ നേരെയാക്കണമേ. കർത്താവെ, എക്സാം എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു. നല്ല ജയം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. സമാധാനത്തോടും സന്തോഷത്തോടും ജോലി കാര്യങ്ങളെ ചെയ്ത് നല്ല പ്രതിഫലമൊക്കെയും ലഭിപ്പാൻ ഓരോ മക്കളെയും സഹായിച്ചാട്ട്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെയും ഈ സമയം സമർപ്പിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ ഓരോ മക്കൾക്കും സ്വർഗം തുറന്നു കൊടുക്കത്തെ മതിയാവൂ. ഓരോരുത്തരെയും നീ അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളുണ്ട്. കർത്താവേ, നീ അവിടുന്നവരെ കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ജോലി ചെയ്യാൻ മനസ്സില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ അവരുടെ അവസ്ഥ അറിഞ്ഞ് അവർക്ക് തക്കതായ ജോലി, ഉപജീവനമാർഗം സ്വർഗം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ മടിയും അലസതയും മാറ്റിക്കൊടുത്ത് ആരോഗ്യവും ദൈവകൃപയും നിറഞ്ഞ കുഞ്ഞുങ്ങളായി ജോലി കാര്യങ്ങളെ ചെയ്യുവാൻ അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവമായ കർത്താവേ, സമയം കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ ഇടയാക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനം ലഭിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സറിയണമേ. സന്തോഷമുള്ള ജീവിതം നയിപ്പാൻ ഇടയാക്കണമേ കർത്താവേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കുന്നു. നല്ല തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ. കർത്താവ് വിവാഹപ്രായമായ ആണും പെണ്ണുമായ മക്കളുണ്ട്. പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ കർത്താവ് സഹായിക്കണമേ. കർത്താവേ, തക്ക തുണി അവർക്ക് ഒരുക്കണമേ ദൈവമേ. അവരുടെ വിവാഹം ഏറ്റവും ശ്രേഷ്ഠകരമായി നടപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, സമയം ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. മാസം തികയോളം കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത പൈതങ്ങളെ കൊടുത്ത് സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടഭാരമുള്ള മക്കളുണ്ടല്ലോ ദൈവമേ, അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുപ്പാൻ എൻ്റെ സ്വർഗത്തിലെ അപ്പന് കഴിയും. ആ കലവറ തുറന്നു കൊടുക്കണമേ, അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലചായ്പാൻ ഭവനമില്ലാത്തവരുണ്ട് കർത്താവേ, അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കളുണ്ട് കർത്താവേ, അത് പൂർത്തീകരിച്ച് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാർക്കുവാൻ ഇടയാക്കണമേ. എൻ്റെ ദൈവമായ കർത്താവേ, ആരംഭം കുറിച്ച ജീവിതമുണ്ട്. അടിസ്ഥാനം വിട്ടവരെ കർത്താവേ, ആമനെല്ലാം മനോഹരമായ ഭവനം പണിത് പാർക്കുവാൻ എൻ്റെ ദൈവയോട് സഹായിക്കുമാറാകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ദൈവമായ കർത്താവേ, സമയ ഹല്ലേലൂയ. യാത്ര പോകുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ കർത്താവിൻ്റെ സാന്നിധ്യം വേണം. നിത്യസാന്നിധ്യത്തോളം കൃപയിൽ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന തമ്പുരാനെ, പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് അവരെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരിക കർത്താവേ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് ലിവറിന് കുഴപ്പമുള്ളവർ കർത്താവേ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ, ഉറക്കമില്ലാത്തൊരു കർത്താവേ, ഹാലിൽ തലമുടി മുഴുവൻ കഴിയുന്ന ജീവിതങ്ങൾ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, വയറ്റിൽ മുഴയാൽ ഭാരപ്പെടുന്നവർ, ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, കർത്താവേ, കണ്ണിന് കാഴ്ചയില്ലാത്ത ജീവിതങ്ങൾ, പ്രത്യേകിച്ച് ചെവിയുടെ വേദനയാൽ ഭാരമുള്ളവർ, പല്ലിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എൻ്റെ കർത്താവേ, നീ അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ, വേദനിക്കുന്ന ജീവിതങ്ങളുടെ നടുവിൽ കടന്നു വരുന്ന ദൈവമാ, കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവ്, അത്ഭുത സൗഖ്യം നൽകുന്ന ദൈവമാ, ഞങ്ങൾക്ക് നീ മാത്രം മതി കർത്താവേ. നിൻ്റെ കരുണയുടെ കാര്യം ഓരോ മക്കളെയും ചേർത്ത് സൗഖ്യപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം 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 കർത്താവേ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, പരിപൂർണമായ വിടുതലും സൗഖ്യം ആ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ആവശ്യമാർന്ന സംസാരശേഷിയും ബുദ്ധിയും ഒക്കെ ഓരോ മക്കൾക്കും കൊടുത്ത് സഹായിച്ചാട്ട് കർത്താവെ. എൻ്റെ ദൈവമായ കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ, ഓരോ മക്കളെയും ഉള്ളതുപോലെ കാണുന്ന ദൈവമാ. എൻ്റെ അപ്പൻ്റെ സൗഖ്യം ഓരോ മക്കൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, ആശുപത്രി മുറികളിലായിരിക്കുന്നവർ കർത്താവെ, സൗഖ്യം പ്രാപിച്ച് ഭവനത്തിലെത്തുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം സ്തോത്രം കർത്താവെ. എൻ്റെ ദൈവമായ കർത്താവ്, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ശരീരമാസകലം പുകച്ചിലിനാൽ ഭാരപ്പെടുന്നവർ, അലർജിയുടെ അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവർ കർത്താവെ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പുറത്ത് വേദനയാൽ, ഹല്ലേലൂയ, കൈയുടെ വേദനയാലൊക്കെ ഭാരപ്പെടുന്നവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, പ്രത്യേകിച്ച് പനിയാൽ ചുമയാൽ കർത്താവെ ഭാരപ്പെടുന്നവർ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, എല്ലാ രോഗത്തിനും നല്ല വൈദ്യൻ അങ്ങ്. കാൽവർക്കുസിലെ ഒരു തുള്ളി രക്തം മതി, അത് സകല രോഗത്തിനും സൗഖ്യമാകുന്നതാകയാൽ അപ്പൻ്റെ ഒരു തുള്ളി രക്തം ഓരോ മക്കളുടെ മേലും ഒഴിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി ദൈവമേ. ഈ സമയം മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളുണ്ടപ്പാ, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവ് വിട്ടുവിക്കണമേ, ആരും നഷ്ടപ്പെട്ടുവാൻ സമ്മതിക്കല്ലേ, കരയുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ, കൂട്ടുകാർക്കൊക്കെ അടിമപ്പെട്ട് മദ്യത്തിന് അടിമപ്പെട്ട് കർത്താവെ, മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുന്നവരുണ്ടല്ലപ്പാ. കുഞ്ഞുങ്ങളൊക്കെ രൂപാന്തരപ്പെടട്ടെ, അവരുടെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചൊരു നല്ല ഭാവിയിലൊക്കെ അവരെത്തിച്ചേരട്ടെ കർത്താവെ. അതിനായി ഒരുക്കണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ഹാലലൂയ കർത്താവെ സ്തോത്രം. ദൈവമേ ഞങ്ങളുടെ ലഘുജനമാർഗ്ഗത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ ലഘുജനമാർഗ്ഗവും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണം. ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ, ആരുടെയും മുൻപിൽ തലകുനിക്കുവാൻ ആരെയും അനുവദിക്കല്ലേ. ബിസിനസ് ചെയ്യുന്ന മക്കളെയെല്ലാം ചെറുതും വലുതുമായ എല്ലാ ബിസിനസ്സുകളെയും കർത്താവ് അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കളെയും സ്വർഗം കാത്തുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അപ്പം ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ കർത്താവെ അവിടുത്തെ ഉണർവിൻ്റെ കാറ്റിനെ അയക്കണമേ കർത്താവെ. പാപബോധം എല്ലാവർക്കും നൽകണമേ കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ ദേശത്തെ, രാജ്യത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. കർത്താവ് ഞങ്ങളുടെ ഗവൺമെൻറ്റിനായി പ്രാർത്ഥിക്കുന്നു, എല്ലാ നേതാക്കന്മാർക്കായും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏൽപ്പിച്ച ജോലികളൊക്കെ ഉത്തരവാദിത്വത്തോടും ആത്മാർത്ഥതയോടും ചെയ്തെടുപ്പാൻ തക്കണം ഓരോ മക്കളെയും കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. സ്തോത്രം സ്തോത്രം കർത്താവെ. അപ്പോൾ ആ സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. ഏറിയ ദൈവകൃപയിൽ എല്ലാ മക്കളെയും പരിപാലിച്ചാട്ട് കർത്താവെ. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാകയാൽ ഈ നാമം വളരണം, ഈ നാമം ഉയരണം കർത്താവെ. സ്വർഗം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ഞങ്ങളെ ജീവിപ്പാൻ സഹായിക്കണം. അങ്ങയുടെ കരം ഞങ്ങളെ ചാർത്ത് പിടിക്കണം. ദൂരത്തും ചാർത്തുമായിരിക്കുന്ന മക്കളെ ചേർത്ത് വെച്ചടിയൻ പ്രാർത്ഥിച്ച് അങ്ങയുടെ പാദപിടുത്തിൽ ഏൽപ്പിക്കുകയാണ്. എല്ലാവരെയും ഒരുപോലെ സഹായിച്ചാട്ട് കർത്താവെ സ്തോത്രം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളെ ഒന്നുകൂടെ സമർപ്പിക്കുന്നു. എവിടെയായിരുന്നാലും സ്വർഗം ഓരോ മക്കളെയും അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം കർത്താവെ. പ്രത്യേകിച്ച് ഹാലയിലെ കർത്താവെ ആജേഷിനായി അഭിലേഷനായി പ്രാർത്ഥിക്കുന്നു. അമ്പളിക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് ഒരു സഹോദരി തൻ്റെ കൂട്ടുദാസന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്നു അറിയിച്ചു. എൻ്റെ കർത്താവ് സൗഖ്യം അയച്ച് തൻ്റെ മകൻ ഭവനത്തിൽ കടന്നുപോയി പൂർണ്ണ സൗഖ്യമുള്ളവനായി കാണപ്പെടുവാൻ തൻ്റെ മകളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാം കർത്താവിൻ്റെ പാദപിടുത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം.